ഹായ് എവരിവൺ, പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ തുടക്കത്തെക്കുറിച്ചും ഒരു വ്യക്തിയുടെ പതനത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് വിസ്മയ മോഹൻലാലും പേളി മാണിയും. അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സൈബർ അറ്റാക്കിനൊക്കെ ഇരയായിരുന്നു നമ്മുടെ വിസ്മയ മോഹൻലാൽ. അതുപോലെ തന്നെ പിന്നെ ഈ ഡൽഹിയിലെ മറ്റേ ആ ഒരു സമരത്തെ തുടർന്ന് പോസ്റ്റ് ഇട്ടതിന്റെ ആ ഒരു കാരണത്താൽ പേളി മാണിയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഒരുപാട് വിമർശനങ്ങളാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ വിസ്മയയും അതിനൊരുപാട് പറഞ്ഞായിരുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു കുന്തവും അറിയത്തില്ല വിസ്മയ മോഹൻലാലിനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേജർ രവി വരെ വന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എത്രയൊക്കെ ആയിട്ടും ആ പെൺകുട്ടി അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അവിടെ അത് നടന്നതിന് ശേഷം സംഘികളെല്ലാം നിരാശപ്പെട്ടു. പിന്നെ തുടക്കം എന്ന് പറയുന്ന വിസ്മയയുടെ ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റേജ് ഷോകളും ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഒരുപാട് പേര് പിന്നെ നമ്മുടെ വിസ്മയയെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്മയയുടെ ആ ഒരു പെരുമാറ്റ രീതി, കൊച്ചുകുട്ടികളെ പോലുള്ള ആ ഒരു ബിഹേവിയറും ആ ഒരു പെരുമാറ്റം, ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഒരുപാട് രീതിയിൽ കളിയാക്കാനും ഒക്കെ തുടങ്ങിയായിരുന്നു വിസ്മയയെ. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് വെച്ചുകൊണ്ട് ഒരുപാട് പേരാണ് വിസ്മയെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയത്. എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ, ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവളെന്താ നിന്നെടുത്ത് അടങ്ങി നിൽക്കാത്തെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പല ഇതിലും സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ബിഗ് സ്ക്രീനിലും കാണണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഇതിനെല്ലാം ഒടുവില് സിനിമ റിലീസായി. നല്ല രീതിയിൽ തന്നെയാണ് വിസ്മയ പെർഫോം ചെയ്തത് സിനിമയിൽ. അതോടെ പലരുടെയും ആ പ്രതീക്ഷയും അസ്ഥാനത്തായി. അതോടുകൂടി വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് തളർത്താമെന്നുള്ള ആ ഒരു പിന്നെ മോഹം നടക്കാതെയായി. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരെ തളർത്താൻ ശ്രമിക്കുന്നതാണ് ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വൻ രീതിയിൽ അത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സംവിധായകനായിട്ടുള്ള ആലപ്പി അഷ്റഫിന്റെ ഒരു വീഡിയോ കാണാം. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമ റിലീസ് ആയതിനെ കുറിച്ച് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി വന്നത് ഇതാദ്യമായാണ്. അതും ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ്. ഇതിന് വഴിവെച്ചത് തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി സമരത്തിൽ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് നടത്തിയ നടപടികളെ അപലപിച്ചുകൊണ്ടുള്ള വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായത്. ജനാധിപത്യ രാജ്യത്തിൽ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവകാശമുണ്ട്. ചോദ്യം ചെയ്യുന്ന പൗരന്മാരെ നേരിടേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു എന്നതാണ് വിസ്മയ പറഞ്ഞിരുന്നത്. വിസ്മയ നായികയായി അഭിനയിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞതിന്റെ പേരിൽ അവരെ പാടി പുകഴ്ത്തിയവർ തന്നെ അവർക്ക് നേരെ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അഭിനയിച്ച പടം കാണില്ല, അവരുടെ തുടക്കം ഒടുക്കമാക്കും, അവരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുമെന്നൊക്കെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒടുങ്ങാനും ഒതുങ്ങാനുമുള്ള തുടക്കമല്ല, തുടരാനുള്ള തുടക്കമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻ. അതൊക്കെ അത്രേ ഉള്ളൂ. കാരണം വിസ്മയയുടെ സിനിമയെ വെച്ച് ഓരോരുത്തർ പിന്നെ കളിയാക്കാൻ ശ്രമിച്ചവരൊക്കെ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ നിന്നവരെയൊക്കെ എന്തായാലും കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചത്. അവരുടെയൊക്കെ വ്യാമോഹം മാത്രമായി മാറിയത്. സത്യം പറയല്ലേ, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എങ്ങാനും വിസ്മയയുടെ ആ ബിഗ് സ്ക്രീനിലുള്ള അഭിനയം എങ്ങാനും പാളിപ്പോയാൽ തീർന്നേനെ. വിസ്മയ എയറിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ മകളല്ലേ, മോഹൻലാലിന്റെ ജീനല്ലേ ഉള്ളിലുള്ളത്. അപ്പൊ എന്തായാലും അതിനൊരു കോട്ടവും തട്ടത്തില്ലല്ലോ. എന്തായാലും തുടക്കത്തിൽ തന്നെ വിസ്മയ മോഹൻലാൽ പതറാതെ പിടിച്ചു നിന്നു. ശരിക്കും ഇത്രയും നാള് വിസ്മയയെ സൈബർ അറ്റാക്ക് ചെയ്തവരെല്ലാരും മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു. എല്ലാവരുടെയും വാ മൂടിക്കെട്ടി പുള്ളിക്കാരി. പക്ഷെ അതുകൊണ്ടൊന്നും അവർ അടങ്ങിയിരുന്നില്ല കേട്ടോ. വിസ്മയെ സപ്പോർട്ട് ചെയ്തവരെയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യലാണ് ഇപ്പൊ അവരുടെ പണി. അതിലെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ബീന ആന്റണിയാണ്. അപ്പോ ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ബീന ആന്റണിയും ടെസ്നിക്കാനും ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു. റിലീസാകാൻ പോകുന്ന തുടക്കം എന്ന സിനിമയ്ക്കും വിസ്മയക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. അപ്പൊ അതിനകത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ടോപ്പിംഗ് ഫോർ മോഹൻലാൽ, പിന്നെ ഭയങ്കര സുഖിപ്പിക്കൽ, ലാലേട്ടൻ വിസ്മയ ലാലേട്ടന്റെ മകളിലായി പോയില്ലേ, ഓൾ ദ ബെസ്റ്റ്, അങ്ങനെ കുറെ പേര്. സംഭവം എന്താന്ന് ചോദിച്ചാൽ ലാലേട്ടനെ സുഖിപ്പിക്കാനും സോപ്പിടാനും വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ ഇതൊന്നും കണ്ട് ബീന ആന്റണി വെറുതെ ഇരുന്നില്ല കേട്ടോ. അടുത്ത ദിവസം തന്നെ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം.
അപ്പോ വേറെ ഒന്നല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇന്നലെ ഞങ്ങളൊരു ഞാനും തെസ്നി, സിയ, അംബിക ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് വന്ന വഴി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്ന് വിസ്മയുടെ പടം തുടങ്ങാണല്ലോ, അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വിശ്വസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ. അതൊക്കെ കുറെ കമന്റ് കണ്ടു, ലാലേട്ടനെ പ്ലീസ് ചെയ്യാനാണ്, സോപ്പിടാനാണെന്ന്. ചിരി വരുന്നു ഞങ്ങക്ക്. ഇത്രയും വർഷം ലാലേട്ടന്റെ കൂടെ യോധയിൽ അഭിനയിച്ചത് ഞാൻ, അങ്ങനെ ഓരോരുത്തർ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒന്നും ലാലേട്ടനെ സോപ്പിടേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയാല് തോന്നിയാല് അവര് വിളിക്കും. അതല്ലാതെ വിസ്മയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ഞങ്ങളെ വിളിക്കും. ഇവിടെ ഇത് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. പിന്നെ എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നല്ലാണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളെന്ന രീതിയിലല്ല. പിന്നെ വിസ്മയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിസ്മയെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പടം നന്നായിട്ട് ഓടണമെന്ന്. ലാലേട്ടന്റെ മോളായതുകൊണ്ടല്ല ഒരിക്കലും. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടി. അവള് പിന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ എന്താണ് ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ആ പടം നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൊണ്ട് ഞങ്ങളൊരു വിശ്വസ് അറിയിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ അകത്ത് ഒരു സോപ്പിങ്ങും ഇല്ല, ഒരു പതപ്പിക്കലും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ റിപ്പോർട്ടൊന്നും അറിയില്ല. എന്തായാലും നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, പിന്നെ എന്തൊരു ആൾക്കാരാണ് ഈ ലാലേട്ടന്റെ മകൾക്ക് ഒരു വിശ്വസ് പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരും സുഖിപ്പിക്കാനല്ലേ, സോപ്പിടാനല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്തത് എന്ത് മോശമാണല്ലേ അത്. എനിക്കും പറഞ്ഞ ഇത് വിസ്മയോട് തീർക്കാൻ പറ്റാത്തതിന്റെ ചൊറുക്കാണ് ഇവരോട് തീർക്കുന്നത്. ഇത്രയും കാലം ഇവർ എന്തൊക്കെയോ പറഞ്ഞ് വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്തു. ഇപ്പൊ അത് നടക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഈ പ്രശസ്ത സിനിമാ താരം തന്നെയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തകയായിട്ടുള്ള സീമാജി നായർ വിസ്മയെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് വായിച്ചു തരാം. ശുഭദിനം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിസ്മയ. അച്ഛനും അമ്മയും സ്നേഹപൂർവ്വം മായ എന്ന് വിളിക്കുന്ന മോൾ. ഇത്രയധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത്? ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഏതു വിധേനയും തേച്ചൊട്ടിക്കുക. എത്രമാത്രം നികൃഷ്ടമായി സംസാരിക്കാമോ അത്രയും സംസാരിക്കുക. ചില കമന്റുകൾ വായിക്കുന്ന നമുക്ക് പോലും സഹിക്കുന്നില്ല. രാഷ്ട്രീയ അന്ധത പിടിച്ച കണ്ണുകൾ. പിന്നെ വിസ്മയയുടെ സംസാരത്തിന്റെയും ബോഡി ലാംഗ്വേജിന്റെയും ചോദ്യം ചെയ്ത് കുറച്ചുപേർ. ഞാനൊക്കെ എത്രയോ നാടകങ്ങൾ അഭിനയിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നാടകം ചെയ്തു. ഇപ്പോഴും ഒരു ചെറിയ പ്രോഗ്രാമിന് ചെന്നാൽ പോലും എന്താ പറയേണ്ടതെന്നും അറിയില്ല. ടെൻഷനാണ്. ചുണ്ടൊക്കെ വരണ്ട്, നാവൊക്കെ താഴ്ന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ലാലേട്ടന്റെ മോൾ എന്ന പ്രിവിലേജിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രകടനവും കാണിക്കാത്ത ഈ കുട്ടിയുടെ അവസ്ഥ എന്താകും? ഇത്രയും വലിയ ആൾക്കാരും സദസ്സും മുന്നിൽ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു പണിയും ഇല്ലാതെ ഒരു പണിക്കും പോകാതെ ഇരുന്ന് തെറി വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വല്ല പണിക്കും പോയി കുടുംബം പോറ്റാൻ നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ബോഡി ഷേമിംഗ് ഉണ്ടായാലും വിസ്മയ ലാലേട്ടന്റെ മകളാണ്. ഇതൊന്നും ആ കുട്ടിക്ക് ഏൽക്കില്ല. വിസ്മയയുടെ കലാരംഗത്തേക്കുള്ള തുടക്കം ഗംഭീരമാവട്ടെ. നന്മകൾ നേരുന്നു. സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സീമാജി നായർ ഇട്ടിരുന്ന പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ. എന്റെ പൊന്നളിയാ, ഞാൻ കുറച്ച് വായിച്ചു തരാം, നിങ്ങളൊന്ന് കേൾക്കണം. ചേച്ചി സിനിമയുടെ റിലീസിന്റെ 4 ദിവസം മുമ്പ് പെട്ടെന്ന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എങ്ങനെ വന്നു? അതും കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് കാണില്ല. കുട്ടിക്ക് ലോങ് സൈറ്റ് ആവും. ഏതൊരാൾക്കും മനസ്സിലാവും ഇത് PR ആണെന്ന്. 2 പേർ കുറ്റം ചെയ്തവരെ ഒരാളെ മാത്രം ഉപദേശിക്കുന്ന രീതിയിൽ എന്തോ പ്രശ്നമില്ലേ? അതിന് സീമാജി നായർ കൊടുത്ത മറുപടിയാണ്, വിജയൻ എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കുട്ടി ഉദ്ദേശിച്ചില്ല, അത്ര തന്നെ. ഇവർ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ പേളിമാണി ചെയ്തില്ലേ, കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് ആ ഒരു ഇതില് പുള്ളിക്കാരി എന്നാലും ഹെയർലായി. അതുപോലെ ബാക്കി ഈ വിസ്മയം ചെയ്യണമെന്നായിരുന്നു ഇവര് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാത്തതിന്റെ ദേഷ്യമാണ് ഈ വിസ്മയ മോഹൻലാലിനോട് ഇവര് കാണിക്കുന്നത്. അപ്പൊ ഇനി അടുത്തൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. പേളിമാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ? അപ്പോൾ നിങ്ങൾ നന്മമരം ഒന്നുമല്ല, ഫേക്കാണ്. കാരണം മോഹൻലാലിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. പേളിമാണിയെയോ രേണുസുതിയെയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അതിന് സീമാജി നായർ അപ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നു. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മോഹൻലാലിന്റെ മകളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നവരോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നവരെയോ എല്ലാരെയും താഴെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മോഹൻലാലിനെ സോപ്പിടാനല്ലേ, നിങ്ങൾക്ക് എന്തോ ഉപഗുണമുണ്ട് മോഹൻലാലിനെ പൊക്കി പറഞ്ഞാല്, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാണ് ഓരോരുത്തർ ഇങ്ങനെയുള്ള വീഡിയോസിന് താഴെ കമന്റ് ഇടുന്നത്.
ഇവരോടൊക്കെ ബീന ആന്റണി പറഞ്ഞ മറുപടി തന്നെ എനിക്കും പറയാനുള്ളൂ. അങ്ങനെ ലാലേട്ടനെ സുഖിപ്പിച്ച കൊണ്ടൊന്നും ഇങ്ങനെ വീഡിയോ ഇട്ട് ഇതാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇവർക്കും കഴിവുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട് ഇങ്ങനത്തെ കമന്റുകളൊക്കെ കാണുമ്പോൾ. എന്തിന്റെ കേടാണ് ഇവർക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ പേളിമാണിയെ കുറിച്ച് പലരും കമന്റ് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം പേളിമാണിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏതോ ഒരു ഫുട്ബോൾ മാച്ചിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം. പേളിമാണിന്റെ മുഖം നോക്കി നിങ്ങൾ, എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടം വരുന്നു. എന്ത് പറയാന്. പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും മുഖത്തു നിന്ന് എന്തായാലും നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആൾക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അമ്മാതിരി സൈബർ അറ്റാക്ക് അല്ലേ പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നത്. ആള് ബഹിരാകാശത്ത് പറക്കുമായിരുന്നു. അതിന്റെ വിഷമം കൃത്യമായിട്ടും പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ശരിക്കും ഇത് നീലക്കുയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് വായിച്ചപ്പോൾ ശരിക്കും കംപ്ലീറ്റ് തെറിവിളിയാണ് അതിനകത്തുള്ളത്. അപ്പൊ തെറിവിളി വലിയ രീതിയിൽ കൂടിയപ്പോ തന്നെ ഈ നീലക്കുയിലിന്റെ ആൾക്കാർ ആ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടു. പക്ഷേ ഇതേ വീഡിയോ തന്നെ മറ്റൊരു ചാനലിലും വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്: പിന്നെ ലൈക്ക് ഒന്നും വലുതായിട്ട് കേറുന്നില്ലല്ലോ പേളിമാണി, വീട്ടിൽ പോയി കിടന്നുറങ്ങുമാണി, കളിപ്പുണ്ട് മുഖത്ത്, വെറും കോമഡി പീസ്. ശരിക്കും പറഞ്ഞാൽ പേളിമാണിന്റെ എവിടെ കണ്ടാലും കയറി തെറി വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ റീസെന്റ് ചെയ്ത വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഇതും ഇല്ല. ഇപ്പം ഞാൻ സൈഡിൽ കൊടുക്കാം പേളിമാണിയുടെ വീഡിയോന്റെ ഒരു ലിസ്റ്റ്. പണ്ടാണെങ്കിൽ പേളിമാണി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വ്യൂസ് ആയിരുന്നു. 1 മില്യൺ ഒക്കെ അടിക്കും, 2 മില്യൺ വരെ അടിക്കും. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഒരു 21, 47 ഒക്കെയാണ് ഇപ്പൊ കിട്ടുന്നത്. ശരിക്കും പേളിമാണി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഇതിനെല്ലാം കാരണമായ. എന്തായാലും പുള്ളിക്കാരി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് അനുഭവിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ശരിക്കും എനിക്ക് പറയാനുള്ള, ഈ പേളിമാണിക്ക് തിരിച്ചു വരാനൊരു അവസരം കൂടെ കൊടുക്കണം. ഇത്രയും എന്തായാലും നമ്മള് ഇതുവരെ പുള്ളിക്കാരി നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തല്ലേ നിന്നിരുന്നത്. എന്തായാലും ഒരു അവസരം കൂടെ പുള്ളിക്കാരിക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. പേളിമാണിയെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ പേളിമാണി ചെയ്തത് ശരിയാണോ? ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പേളിമാണിയുടെ ആ ഒരു ഇനി ഒരു അവസരം കൂടെ കൊടുത്തൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ